കൂട്ടുകാരെ ഇന്നലെ IPL ആദ്യ മത്സരത്തിൽ RCB ജയിച്ച ഒരു ഗുജറാത്തിനെ തോൽപ്പിച്ചു. ടോസ് കിട്ടിയത് RCBക്ക്. ഇനി അവർ ബോളിംഗ് തെരഞ്ഞെടുക്കായിരുന്നു. ഗുജറാത്ത് 20 ഓവറിൽ 200 റൺ അടിച്ചു. പക്ഷെ RCB അത് മറികടന്നു. കോഹ്ലിയുടെ ഒരു ഗംഭീര ഇന്നിങ്സ് ആയിരുന്നു. കോഹ്ലി നല്ല ഫോമിലാണ് ഇപ്പോൾ. ഈ 9 വിക്കറ്റിന്റെ വിജയമാണ് RCBക്ക് 24 ബോൾ ശേഷിക്കിയതോടുകൂടി പോയിന്റ് ടേബിളിൽ ഗുജറാത്ത് 7ാം സ്ഥാനത്തിന്. അവർ 10 കളിയിൽ 4 കളി ജയിച്ചു, 6 കളി തോറ്റു. പക്ഷെ RCB ഇപ്പോഴും 10ാം സ്ഥാനത്ത് തന്നെ തുടരുന്ന. അവർ 10 കളിയിൽ 3 കളി ജയിച്ചിട്ടുള്ളൂ, 7 കളി തോറ്റു. IPL രണ്ടാമത് നടന്ന മത്സരത്തിൽ ചെന്നൈ ജയിച്ചു. അവർ ഹൈദരാബാദിനെ തോൽപ്പിച്ചു. ടോസ് കിട്ടിയത് ഹൈദരാബാദിനാണ്. പക്ഷെ അവർ ബോളിംഗ് തിരഞ്ഞെടുക്കായിരുന്നു. ചെന്നൈ 20 ഓവറിൽ 212 റൺ അടിച്ചു. ഹൈദരാബാദിന് അത് മറികടക്കാൻ പറ്റിയില്ല. 78 റണ്ണിന്റെ വിജയമാണ് കേട്ടോ ചെന്നൈക്ക്. ചെന്നൈയിൽ ഗേക്വാദിന് 2 റണ്ണിന് സെഞ്ചുറി നഷ്ടമായത്. ഇന്നലെ ഹൈദരാബാദിൽ ആരും ഫോം ആയില്ല എന്ന് തന്നെ പറയണം. ചെന്നൈ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് 78 റണ്ണിന്റെ വിജയമാണ് ചെന്നൈക്ക്. ഇതോടുകൂടി ചെന്നൈ പോയിന്റ് ടേബിൾ 3ാം സ്ഥാനത്തിന്. അവർ കളിച്ച 9 കളിയിൽ 5 കളി ജയിച്ചു, 4 കളി തോറ്റിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഹൈദരാബാദും. അവർ 4ാം സ്ഥാനത്തുണ്ട്. അവരും 9 കളി കളിച്ചാൽ 5 കളി ജയിച്ചു, 4 കളി തോറ്റു. ഇന്ന് IPL ഡൽഹിയും KKR തമ്മിലാണ് കളി. KKR ഈ പോയിന്റ് ടേബിൾ 2ാം സ്ഥാനത്താണ്. അവർ കളിച്ച 8 കളിയിൽ 5 കളി ജയിച്ചു, 2 കളി തോറ്റിട്ടുള്ളൂ. പക്ഷെ ഡൽഹി 6ാം സ്ഥാനത്തിന്. അവർ കളിച്ച 10 കളിയിൽ 5 കളി ജയിച്ചു, 5 കളി തോറ്റു. വൈകിട്ട് 7:30 കളി. അപ്പൊ കൂട്ടുകാരൊന്ന് പ്രെഡിക്റ്റ് ചെയ്തു ആരാ ജയിക്കാന്ന്.